ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരുടെയും മുഖത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്മൈൽ വിടരട്ടെ. യെസ്, അങ്ങനെ തന്നെ. ഇപ്പോ വീട്ടുജോലികള് എങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ടീച്ചർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. പലരും പറയാറുണ്ട്, ഈ വീട്ടുജോലികൾ ചെയ്തു തീർത്തിട്ട് എനിക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന്. നിങ്ങളും അങ്ങനെയാണോ? അപ്പോ ദിവസം മുഴുവനും വീട്ടുജോലികൾ ചെയ്ത് തളർന്ന അവസ്ഥയിലാണോ നിങ്ങൾ? വിഷമിക്കേണ്ട, ടീച്ചർമാർ അതിന് വീണ്ടും കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. അപ്പോ ഈ ഒരു അവസ്ഥയെ ഓവർകം ചെയ്ത് വളരെ പെട്ടെന്ന് ജോലി തീർക്കാനുള്ള മാജിക്കൽ ടിപ്സ് ആണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തത്. അതുകൊണ്ട് ക്ലാസ് ഫുൾ ആയിട്ട് കാണുക കേട്ടോ. ഓക്കെ, അപ്പോ പല സ്ത്രീകളുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെടുത്ത് ഞാൻ ഈ വീട്ടിലെ ജോലിക്കാരിയാണോ എന്ന് പോലും പലപ്പോഴും തോന്നുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എത്ര പേർക്ക് അങ്ങനെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ തോന്നിയിട്ടുള്ളവര് യെസ് എന്ന് കമന്റ് ബോക്സിലേക്ക് ഇടും. മനസ്സിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ പെട്ടെന്ന് ജോലികൾ തീർന്ന് എങ്ങനെ നമുക്ക് ഒരു ക്യൂനായി നമ്മുടെ വീട്ടിലെ ജോലിക്കാരി എന്നുള്ള ഫീലിംഗ് അല്ല, നമുക്ക് ശരിക്കും ഞാൻ ഈ വീട്ടിലെ ഒരു ക്യൂനാണെന്നുള്ള ആ ഫീലിംഗിലേക്ക് എത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കും ഇതുപോലെ, ഞാൻ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്നതിന് മുമ്പ് എനിക്കും ഇതുപോലെ ഫുൾ ടൈം പിന്നെ കിച്ചണിലുള്ള പണി, ക്ലീനിങ്, കുക്കിംഗ്, ലോണ്ട്രി, പാത്രം കഴുകൽ, അങ്ങനെയൊക്കെയുള്ള ജോലികൾ ഞാനും ചെയ്തിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ ടീച്ചർ, നമുക്ക് സമയത്തിന്റെ ഒരു കുറവുണ്ട്, എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്കും ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നാൻ തുടങ്ങിയിരുന്നു. ദിവസം മുഴുവനും പണിയെടുത്ത് മടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും സെയിം വർക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടൊരു മടുപ്പ് ഫീൽ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഒരു ദിവസം തീരുമാനിച്ചു, ഇങ്ങനെ ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, ഒരു സ്മാർട്ട് വർക്ക് ആണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത ആ ഒരു സെയിം സിസ്റ്റം ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ എനർജിയെയും ടൈമിനെയും ഒക്കെ സേവ് ചെയ്യാനായിട്ട് സഹായിക്കും. എഴുതിക്കോളൂ. ഒന്നാമത് പാർട്ട് 1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോയിന്റ് നമ്പർ 1, അല്ലെങ്കിൽ സീക്രട്ട് നമ്പർ 1 എന്ന് പറയുന്നത്, മൈൻഡ് സെറ്റ് ഈസ് എവറിഥിങ്. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും പ്രധാനം. അതായത് വീട്ടുജോലികള് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. പലരും ഏത് സമയവും കിച്ചണിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണും. അങ്ങനെ ഫുൾ ടൈം അടുക്കളയിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. രാവിലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായിട്ട് എഴുതി വെക്കാം. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് കൃത്യമായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ് അത് കറക്റ്റ് ആയിട്ട് എഴുതി വെക്കാം. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കാം, 2 മണിക്കൂർ കൊണ്ട് ഞാൻ എല്ലാ പണിയും തീർക്കും എന്ന് മനസ്സിൽ നിങ്ങൾ അങ്ങ് ഉറപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും പ്രധാനം. രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ അയ്യോ ഇന്ന് രാവിലെ ആരെ കണി കണ്ടോ, ഇന്ന് രാവിലെ ഒരു എനർജിയും ഇല്ല, ഇനി ഞാൻ എപ്പം ജോലി തീർക്കാൻ, ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ച് ഉണ്ടാക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം, എല്ലാം കൂടി ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കും അല്ലെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഫുൾ ടൈം നമ്മൾ അടുക്കളയിൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ ജോലികളിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കൊരു 2 മണിക്കൂർ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പണിയും തീർത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൂടെ സമയം കണ്ടെത്താം. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ രാവിലെ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ഇതെല്ലാം എഴുതി വെച്ചു. അതിനുശേഷം നിങ്ങൾ പിന്നെ 2 മണിക്കൂർ കൊണ്ട് ഇതെല്ലാം ജോലിയും തീർക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. പിന്നെ ഇതിനായിട്ട് നിങ്ങളൊരു ടൈമർ സെറ്റ് ചെയ്ത് വെക്കാം. ഫോണിൽ തന്നെ ഇതൊക്കെ എഴുതി പോണേ. ഫോണിൽ ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോ രാവിലെ തന്നെ മടി പിടിച്ചിരിക്കാതെ ഇന്നത്തെ ദിവസം ഞാനൊരു പ്രൊഡക്റ്റീവ് ഡേ ആക്കും എന്ന് തീരുമാനിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ മനസ്സിനൊരു അലേർട്ട് കൊടുത്ത് എനിക്ക് 2 മണിക്കൂറിനുള്ളിൽ തീർക്കണം എന്ന് കൃത്യമായിട്ട് ഒരു ഫോക്കസ് നമ്മൾ മനസ്സിന് കൊടുക്കും. അതുപോലെ നിങ്ങളുടെ സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുക. ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ലാതെ ചുമ്മാതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഓർക്കുക, എനിക്ക് ഈ 2 മണിക്കൂർ എന്റെ ജോലി ചെയ്ത് തീർക്കാനുള്ള സമയമാണ്. അപ്പൊ ആ സമയം അൺനെസറി ആയിട്ടുള്ള ആ കോളിലേക്ക് പോയി ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കുക. അങ്ങനെ നമ്മൾ ബോധപൂർവം ആ ടൈമിനെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്,
ദ പവർ ഓഫ് പ്ലാൻ. നമ്മൾ കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്യണം. അതിന് ഒന്നാമതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് മിറാക്കിൾ. അതായത് നിങ്ങളൊരു 5 മിനിറ്റ് റൂൾ ഉണ്ടാക്കാം. അതായത് എല്ലാ ദിവസവും രാവിലെ ഒരു 5 മിനിറ്റ് നിങ്ങൾ ഡീക്ലട്ടറിങ്ങിനായിട്ട് ഉപയോഗിക്കാം. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഒരു 5 മിനിറ്റ് ഡീക്ലട്ടറിങ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മൾ നോർമലി ചെയ്യുന്നതല്ല. ഡീക്ലട്ടറിങ് അതിനായിട്ട് 5 മിനിറ്റ്സ് നിങ്ങൾ മാറ്റിവെക്കാം. ഇപ്പോ ഏതെങ്കിലും ഒരു ഭാഗം, ഏതെങ്കിലും ഒരു മെസ്സി ഏരിയ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യേണ്ട ഒരു 3 ടോപ്പ് മെസ്സി ഏരിയാസ് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇന്ന് കിച്ചൺ കൗണ്ടർ, അതിന്റെ ഒരു ഡീപ്പ് ക്ലീനിങ് ഡെയിലി നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷെ ഒരു ഡീപ്പ് ക്ലീനിങ് ഇന്ന് ചെയ്യാം. അല്ലെങ്കിൽ ലിവിംഗ് റൂമിൽ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്യാം. അല്ലെങ്കിൽ ഡ്രസ്സിംഗ് ടേബിൾ ഇന്നൊന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടി മാറ്റിവെക്കാം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോൺ യുവർ ഹൗസ്. ZONE, സോൺ യുവർ ഹൗസ്. അതായത് നിങ്ങളുടെ വീടിനെ ഡിവൈഡ് യുവർ ഹൗസ് ഇൻ ടു സോൺസ്. പല സോണുകളായിട്ട് തിരിക്കാം. കിച്ചണ്, ബെഡ്റൂം, ബാത്റൂം, അങ്ങനെ ഡിഫറെന്റ് സോൺസ് ആയിട്ട് തിരിക്കാം. നിങ്ങൾ ഒരു ദിവസം ഒരു സോൺ വെച്ച് ഡീപ്പ് ക്ലീനിങ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ നോർമലി ചെയ്യുന്ന ക്ലീനിങ് അല്ലാതെ കുറച്ച് ഡീപ്പ് ക്ലീനിങ്ങിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു സോൺ തിരഞ്ഞെടുക്കുക. മൊത്തം വീടും, ചിലരെന്ത് ചെയ്യും, മൊത്തം വീടും ഒരുമിച്ച് ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം പെട്ടുപോകും അല്ലെ. വലിയ വീടൊക്കെ ആണെങ്കിൽ അത്രയും ചെയ്തു വരുമ്പോൾ നമ്മൾ ആകെ പെട്ടുപോകുന്ന ഒരവസ്ഥ. അപ്പൊ കറക്റ്റ് ആയിട്ട് പ്ലാനിങ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു ദിവസം ഞാൻ വീടിന്റെ ഈ സോൺസ് ആയിരിക്കും ക്ലീൻ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് പ്ലാനിങ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം മാത്രം ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് പോകും. നോർമൽ ക്ലീനിങ് അല്ല പറഞ്ഞത്, ഡീപ്പ് ക്ലീനിങ്ങിലേക്ക് പോകും. ഇനി സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് 10 മിനിറ്റ് സ്പ്രിന്റ്. എഴുതിക്കോളൂ, 10 മിനിറ്റ് സ്പ്രിന്റ്. അതായത് 10 മിനിറ്റ് സ്പ്രിന്റിനായിട്ട് നിങ്ങൾ ഒരു ടൈമർ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അതായത് 10 മിനിറ്റ് ക്ലീൻ ചെയ്യുക, 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യുക. എഴുതിക്കോളൂ, 10 മിനിറ്റ് നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. എഴുതിയോ? അങ്ങനെ 3 സ്പ്രിന്റ് എടുത്ത് കഴിഞ്ഞ് 10 മിനിറ്റുകളുള്ള 3 സ്പ്രിന്റ് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മാജിക്കൽ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ജോലികൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ ഈ മാട് പോലെ പണിയെടുക്കാൻ നിൽക്കരുത്, ജസ്റ്റ് എൻജോയ് ചെയ്യുക. അതിനായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ മ്യൂസിക് ഈസ് ദ മാജിക്. പാട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ മൂഡ് ഭയങ്കരമായിട്ട് എലവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് പാട്ട്. നല്ല നിങ്ങളുടെ ഫേവറേറ്റ് പാട്ട് ഏതാണ്, ആ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്ലീനിങ് ചെയ്യാം. പാട്ട് അവിടെ ഓൺ ചെയ്ത് വെച്ചേക്കും. അപ്പൊ നിങ്ങൾക്ക് സാമി പാട്ട് ഭയങ്കര ഇഷ്ടം, പാട്ട് അവിടെ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക, ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഈ ഒരു ബീറ്റ്സ് മേക്ക് യു മൂവ് ഫാസ്റ്റർ. നിങ്ങൾക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ അതിന്റെ ആ ഒരു ഋതത്തിനനുസരിച്ച് പെട്ടെന്ന് വളരെ എനർജറ്റിക് ആയിട്ട് വീട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് ഡോണ്ട് മൾട്ടി ടാസ്ക്, ഫോക്കസ്. ശരിക്കും മൾട്ടി ടാസ്കിങ്ങിനൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ ഡോണ്ട് ക്ലീൻ വൈൽ ടെക്സ്റ്റിംഗ്. പലരും എന്ത് ചെയ്യും, ടെക്സ്റ്റ് മെസ്സേജസ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഒരു സൈഡിൽ കൂടെ ക്ലീൻ ചെയ്യും. ഫോക്കസ് ഒന്നും കൊടുക്കാതെ, ഫോക്കസ് മൊത്തം ഇതിനകത്തോട്ടായിരിക്കും, പക്ഷെ പേരിന് ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യും. ആ രീതിയിലേക്ക് പോകാതെ, അല്ലെങ്കിൽ ചിലര് ഇൻസ്റ്റഗ്രാമിലെ റീൽസ് കണ്ടുകൊണ്ട് പാത്രം കഴിയുന്നവരുണ്ട്. അവിടെ ഓൺ ചെയ്ത് വെച്ചേക്കും ഇൻസ്റ്റഗ്രാം റീൽസ്, ഒരെണ്ണം കണ്ടു, അടുത്തത് കണ്ടു. ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, പക്ഷെ ഫോക്കസ് മുഴുവൻ എന്തിലായിരിക്കും, ആ ഇൻസ്റ്റഗ്രാം റീൽസിലായിരിക്കും, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിലായിരിക്കും. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ നമ്മൾ ഒരേ സമയം ഈ മൾട്ടി ടാസ്കിങ്ങിൽ പോയി കഴിഞ്ഞാൽ പണി കിട്ടും അല്ലെ. അപ്പൊ അതവിടെ കണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു പാത്രം കഴുകുന്നതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വൃത്തിയാവത്തില്ല. അതുകൊണ്ട് ആ ഒരു സമയം, പാത്രം കഴുകുന്ന സമയങ്ങളിൽ പൂർണ്ണമായിട്ടും നമ്മളുടെ ഫോക്കസ് അതിലേക്ക് മാത്രം കൊടുത്ത് ആ ജോലി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതായത് ഫോക്കസ്ഡ് ക്ലീനിങ് ചെയ്യുക. ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തത് സ്മാർട്ട് ഹൗസ് കീപ്പിംഗ് ഹാക്സിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അതായത് ചില സീക്രട്ട് ലൈഫ് സേവിങ് ഹാക്സ് ആണ് ടീച്ചർ ഇനി പറഞ്ഞു തരുന്നത്. നമ്മൾ ക്ലീനിങ്ങിനായിട്ട് നോർമൽ ക്ലോത്ത്സ് ഉപയോഗിക്കാതെ മൈക്രോ ഫൈബർ ക്ലോത്ത്സ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മൈക്രോ ഫൈബർ ക്ലോത്ത്സ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ആ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത്സ് ഉപയോഗിച്ച് ക്ലീനിങ്ങിനായിട്ട് അത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ക്ലീൻ ഫ്രം ടോപ്പ് ടു ബോട്ടം,
അല്ലെങ്കിൽ നമ്മൾ താഴേന്ന് മുകളിലേക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ആ പൊടിയൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാ റൂമിലും നിങ്ങൾ എന്ത് ചെയ്യുക, വേസ്റ്റ് ബാസ്ക്കറ്റുകൾ എല്ലാ റൂമിലും ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അങ്ങനെ വെക്കുമ്പോൾ എന്താണ്, അവിടെയുള്ള വേസ്റ്റുകൾ അവിടെ നമുക്ക് കളക്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ കിച്ചണിൽ നിന്ന് ഇപ്പൊ ഒരു കറി വെച്ചുകൊണ്ടിരിക്കാം. ആ കറി വേവുന്ന ഫ്രീ ടൈം നമ്മളിങ്ങനെ അതിനകത്തോട്ട് നോക്കിക്കൊണ്ട് നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് നിന്ന് ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ കറി വേവുന്ന ഫ്രീ ടൈം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ മസാല ഇട്ട് വെക്കുന്ന ആ ഒരു ചില്ല് കുപ്പികളൊക്കെ എടുത്ത് തുടച്ചു വെക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഇല്ലാതെ പെട്ടെന്ന് പണി തീർക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് ഇൻവോൾവ് യുവർ ഫാമിലി. എല്ലാ ജോലിയും കൂടെ എടുത്ത് മണ്ടയ്ക്ക് വെക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പൊ പ്രത്യേകിച്ചും വെക്കേഷൻ ടൈം കൂടെയാണ്, കുട്ടികൾ വീട്ടിലുള്ള സമയമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു വൺ വിമൻ ആർമി അല്ല എന്ന് മനസ്സിലാക്കാം. ചില അമ്മമാരുണ്ട്, അവർ പിള്ളേരെ കൊണ്ട് വീട്ടിലുള്ള ആരെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല, എല്ലാ ബടനും എടുത്ത് തലയിൽ വെക്കും. എന്നിട്ട് അവസാനം ഒരു സമയം എത്തുമ്പോ ചിലപ്പോ ഫ്രിഡ്ജില് ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുന്നു, കുറച്ച് വെള്ളം കലക്കാനായിട്ട് നോക്കുമ്പോ തണുത്ത വെള്ളം ഇരിപ്പില്ല. അപ്പൊ കിടന്ന് അവര് പോയി കഴിയുമ്പോൾ കിടന്ന് അലയ്ക്കാൻ തുടങ്ങുന്നില്ല, ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം കൊണ്ടുവയ്ക്കാൻ ഇവിടെ ആരും ഇല്ല അല്ലെ. പലർക്കും തോന്നി എന്നെയാണ് ടീച്ചറും ഉദ്ദേശിക്കുന്നത്. ശരിക്കും അങ്ങനെ വീട്ടില് സ്ഥിരമായിട്ട് ഉണ്ടാകാറുള്ളതല്ലേ, ഫ്രിഡ്ജിൽ പിള്ളേർ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് വെള്ളം നിറച്ച് വെക്കത്തില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഷീറ്റ് ബെഡിൽ കയറി കിടന്ന് ചാടി മറിഞ്ഞു കഴിഞ്ഞിട്ട് അത് നേരെ വിരിച്ചിടത്തില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഗസ്റ്റ് ഒക്കെ കയറി വരുമ്പോൾ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതുപോലെ നമ്മളൊരു വൺ വിമൻ ആർമി അല്ല എന്ന് മനസ്സിലാക്കാം. നമ്മൾ മേക്ക് എ ഫാമിലി ക്ലീനിങ് ടൈം. നിങ്ങൾ ആ ക്ലീനിങ് ടൈമിൽ നിങ്ങളുടെ ഫാമിലിയെ കൂടെ ഉൾപ്പെടുത്തുക. ഒരു 20 മിനിറ്റ്സ് വേണമെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പൊ പിള്ളേർക്കും ഭയങ്കര രസമായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ചെറിയ ചെറിയ ജോലികൾ നൽകുക, അവരുടെ ഏജ് ഗ്രൂപ്പിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ജോലികൾ നൽകുക. ബ്രോയിലർ ചിക്കനെ പോലെ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാതെ അവരെ കാര്യപ്രാപ്തിയുള്ള കുഞ്ഞുങ്ങളാക്കി മാറ്റുക. അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുക. അവർക്ക് പ്രത്യേകിച്ചും പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് പറ്റുന്ന ഏജ് ഗ്രൂപ്പിനനുസരിച്ചുള്ളപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ പാചകങ്ങളൊക്കെ ചെയ്യിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ട്രെയിനിങ് വെക്കേഷന് കൊടുക്കണം. അല്ലാതെ എല്ലാം ഇങ്ങനെ കൈ കൊണ്ട് കൊടുത്ത് നമ്മൾ ശീലിപ്പിക്കരുത്. അതുപോലെ കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കിൽ ടോയ്സ് ഒക്കെ മക്കളെ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് അടുക്കി പറക്കി പ്രോപ്പർ പ്ലേസിൽ കൊണ്ടുവയ്ക്കാനൊക്കെ ആയിട്ട് അവർക്ക് അതിനുള്ള ട്രെയിനിങ് കൊടുക്കുക. അതുപോലെ ചെടിക്ക് വെള്ളം ഒഴിക്കുക, പിന്നെ പാത്രമൊക്കെ കഴുകി വെക്കാൻ പറയുക. അതുപോലെ തന്നെ ഹസ്ബൻഡിനും നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലികൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് ഇപ്പൊ പിന്നെ തുണി ഉണങ്ങിയത് അശയിന്ന് പറക്കിക്കൊണ്ടു അതൊക്കെ ജസ്റ്റ് ഒന്ന് അടുക്കി പറക്കുക, അല്ലെങ്കിൽ അതൊന്ന് മടക്കി വെച്ച് വാർഡ്രോബിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള ജോലികൾ കൊടുക്കുക. എല്ലാം കൂടെ തന്നെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കിളി പോകുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോ കുഞ്ഞുങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ദെയർ എഫേർട്സ്. നമ്മൾ ഒരു അപ്രീസിയേഷൻ കൊടുക്കണം. വാവ്, ചിലപ്പോൾ പിള്ളേർ ചെയ്യുന്നതിന് വലിയ വൃത്തിയൊന്നും കാണത്തില്ല. ചിലപ്പോൾ പിള്ളേർ എന്തെങ്കിലും കറക്കി അരിഞ്ഞു വെച്ചു എഗോണെ 16 എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഉടനെ ഇത് എന്തുമായി ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്താതെ വാവ് ഇത്രയൊക്കെ ചെയ്തല്ലോ, എന്നാലും കുഞ്ഞ് ഇത്രയൊക്കെ ചെയ്തല്ലോ, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് അപ്രീഷിയേറ്റ്. അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുക. ആൺകുട്ടികൾക്ക് ഇന്ന ജോലി ചെയ്യിക്കുക അങ്ങനെയൊന്നുമില്ല. അവരെ കൊണ്ടും നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാം. അതുപോലെ അവരുടെ എഫേർട്സിനെ അപ്രീഷിയേറ്റ് ചെയ്യാവും. നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ല മിടുക്കനായിട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെ മിടുക്കായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളി അമ്മയുടെ മൊത്തം എന്നൊക്കെ പറഞ്ഞാൽ സ്നേഹം കൊടുക്കണം, ആ അപ്രീസിയേഷൻ കൊടുക്കണം. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലാന്ന് നമുക്ക് തോന്നുകയാണ്, എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വീട് വൃത്തിയാക്കുക എന്നത് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങളുടെ മാത്രമല്ല. എല്ലാ ജോലിയും കൂടെ എടുത്ത് തലയിലെടുത്ത് വെക്കാതിരിക്കാം. ഒന്നുകൂടെ പറയാണ്, വീട് വൃത്തിയാക്കുക എന്നത് നിങ്ങളുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ഒരിക്കലും കരുതരുത്. ആ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആണ്, മറന്നു പോകരുത്. ഓക്കെ, ഇനി അടുത്തത് റിവാർഡ് യുവർ സെൽഫ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് യു ആർ എ ക്യൂൻ. ഓരോ സ്ത്രീകളും ടീച്ചർമാർ പറയാറില്ല വീട്ടിലെ മഹാലക്ഷ്മിമാരാണ്. നിങ്ങൾ വീട്ടിലെ ക്യൂനാണ്. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ റിവാർഡ് കൊടുക്കുക. ആ ടൈമർ സെറ്റ് ചെയ്ത് 2 മണിക്കൂർ കൊണ്ട് കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്ത് വീടെല്ലാം നല്ല പളപള ക്ലീൻ ആക്കി എല്ലാം സെറ്റ് ചെയ്തിട്ട് സൂപ്പർ ആക്കി ചെയ്ത് കഴിയുമ്പോൾ വീട്ടു ജോലികളെല്ലാം ചെയ്ത് തീർന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ അല്ലെ നമുക്ക് ഭയങ്കര സന്തോഷം. എത്ര പേർക്ക് തോന്നിയിട്ട് ഇങ്ങനെ തുണികളൊക്കെ ഭംഗിയായിട്ട് കഴുകി ഇങ്ങനെ അശയിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ മാറി നോക്കും, ആ തുണികൾ ഇങ്ങനെ കറക്റ്റ് ഷേപ്പിൽ ഇങ്ങനെ ഉണക്കാനായിട്ട് നമ്മൾ ഇട്ടേക്ക് അതിങ്ങനെ കറക്റ്റ് ആയിട്ട് കിടക്കുന്ന കാണുമ്പോൾ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി എനിക്ക് എങ്ങനെ തോന്നിയിട്ടില്ല. എത്ര പേർക്ക് തോന്നിയിട്ടുള്ളവര് മീ എന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇട്ടെ, ME അല്ലെ. അപ്പൊ ഇതുപോലെ വീട്ടു ജോലികൾ ചെയ്ത് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ട്രീറ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് തന്നെ ഒരു ട്രീറ്റ് കൊടുക്കുക. കാര്യം എന്താ, യു ആർ എ ക്യൂൻ. നിങ്ങളൊരു ക്യൂനാണ്.
അപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ട്രീറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ ട്രീറ്റ് കൊടുക്കാം? നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഈ കപ്പ് ഓഫ് കോഫി നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കോഫി നിങ്ങൾക്ക് കുടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പുസ്തകത്തിന്റെ ഒരു ചാപ്റ്റർ വായിക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്ക് ഒരു സോളോ ട്രിപ്പ് പോകാം. ഇങ്ങനെ നിങ്ങൾ ശരിക്കും ഇതിനെയൊക്കെ ഒരു ആസ്വദിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പലരും ഇതിനൊരു ബേർഡൻ ആയിട്ടാണ് കാണുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അത് ചെയ്യണം ഇത് ചെയ്യണം. കറക്റ്റ് ഒരു പ്ലാനിങ് ഇല്ല. രാവിലെ എഴുതി വെക്കുക കൃത്യമായിട്ട്. എനിക്ക് ഇന്നത്തെ ദിവസം ഇന്നതാണ് ബ്രേക്ക്ഫാസ്റ്റിന് പ്രിപ്പയർ, ലഞ്ചിന് ഇതാണ്, എനിക്ക് ഡിന്നറിന് ഇതാണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം. ഞാൻ 2 അവേഴ്സിനുള്ളിൽ ഇതെല്ലാം ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വെക്കും. അവിടെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഓവർവെലംഡ് ആയിട്ടുള്ള അവസ്ഥ, അത് ചെയ്യണം ഇത് ചെയ്യണം, ബാങ്കിൽ പോകണം, മറ്റൊന്ന് മറിച്ച് എല്ലാം കൂടെ എടുത്ത് തലയിട്ടിട്ട് അവസാനം ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കും. ടിവിയുടെ മുമ്പിൽ റിമോട്ടും കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ടൈം അവസാനം 12 മണിയാകുമ്പോൾ ദൈവമേ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല, ഞാൻ ഇനി ഇത് എപ്പോഴാ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അല്ലെ അന്തം വിട്ടിരിക്കുന്ന അവസ്ഥ. പലർക്കും തോന്നിയില്ല ടീച്ചർ എന്നെയാണോ ഉദ്ദേശിക്കുന്നതെന്ന്. പൊതുവെയുള്ള കാര്യമാണ് പറയുന്നത്. അല്ലാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ചിലര് ആ ഒരു രീതിയിലാണ് മാക്സിമം പേരും പോകുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഇന്ന് ടീച്ചർ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും വീട്ടുജോലികൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഫുൾ ടൈം നമ്മൾ അതിലേക്ക് സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഫ്രീ ടൈമും കിട്ടും, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിച്ച് ചെയ്യാനും പറ്റും. ഓക്കെ, യെസ്. അപ്പൊ എല്ലാവരും ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ബ്ലസ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു.